ഇന്ന് കൊട്ടിക്കലാശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് സംസ്ഥാനത്ത് ഇന്ന് സമാപനം. നാടും നഗരവും നിറഞ്ഞ് 40 ദിവസം നീണ്ട പ്രചാരണത്തിന് വൈകിട്ട് ആണ് കൊട്ടിക്കലാശം. അണികളിൽ ആവേശം നിറച്ച് കലാശക്കൊട്ട് പൊടിപൂരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. സംസ്ഥാനത്തെ 2,54,00,000 വോട്ടർമാർ മറ്റന്നാളാണ് വിധിയെഴുതുക. 24,000-ലധികം പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർമാരെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ആർ കിരൺ ബാബുവും, കൊല്ലത്ത് നിന്ന് ശ്യാം ദേവരാജും, ആലപ്പുഴയിൽ നിന്ന് വി വിനോദും, കോഴിക്കോട് നിന്ന് സനോജ് സുരേന്ദ്രനും, പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും ചേരുന്നു. ആദ്യം കിരൺ ബാബുവിലേക്ക് പോവുകയാണെങ്കിൽ, കിരൺ, തിരുവനന്തപുരത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഇനി കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എത്രത്തോളം ആവേശത്തിലാണ് പ്രവർത്തകരും, എത്രത്തോളം പ്രതീക്ഷയിലാണ് മുന്നണികളും? രഞ്ജിനി, 3 മുന്നണികളും ഒരുപോലെ വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ ഈ 3 മുന്നണികളിലെ അതിശക്തമായ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ UDF പ്രവർത്തനത്തിൽ അല്പം പിന്നിലായിരുന്നു. എന്നാൽ ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നടക്കം ശക്തമായ ഇടപെടലുകൾ വന്നതോടുകൂടി UDF പ്രവർത്തനവും പൂർണ്ണതോതിലായി കഴിഞ്ഞു. അങ്ങനെ 3 മുന്നണികളും അതിശക്തമായ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഇന്നത്തെ 3 മുന്നണികളും കുട്ടിക്കലാശം നടത്തുമ്പോൾ UDFിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തീരദേശ മേഖലയിലൂടെ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും റോഡ് ഷോ നടത്തുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നഗരമണ്ഡലങ്ങളാകെ ശശി തരൂരിനെ കൈവിട്ടപ്പോൾ അവിടെയെല്ലാം ഭൂരിപക്ഷം ലഭിച്ചത് രാജഗോപാലനാണെങ്കിൽ തീരദേശ മണ്ഡലങ്ങളാണ് ശശി തരൂരിനെ കഴിഞ്ഞ തവണ വിജയം സമ്മാനിച്ചത്. ആ 3 മണ്ഡലങ്ങളിലെ വോട്ടിന് കൊണ്ടാണ് ശശി തരൂരിന് കഴിഞ്ഞ തവണ വിജയിക്കാൻ കഴിഞ്ഞത്. അതും എന്നെ ഏറ്റവും സഹായിച്ചത് അന്ന് AK ആന്റണിയുടെ റോഡ് ഷോ ആണ്. എല്ലാ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിലും AK ആന്റണി തീരദേശ മേഖലയുടെ റോഡ് ഷോ നടത്താറുണ്ട്. ആ റോഡ് ഷോയ്ക്ക് വലിയ പങ്കാളിത്തമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു റോഡ് ഷോയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പങ്കാളിത്തം തീരദേശ മേഖലയിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. ഇന്നും അങ്ങനെ ഒരു റോഡ് ഷോ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ ഉമ്മൻചാണ്ടിയുടെ റോഡ് ഷോ ആരംഭിക്കും. വൈകുന്നേരം AK ആന്റണിയുടെ റോഡ് ഷോയുമുണ്ട്. ഇങ്ങനെ 2 പ്രധാന നേതാക്കളെ തന്നെ തീരദേശ മേഖലയിൽ വലിയ സ്വാധീനമുള്ള 2 പ്രധാന നേതാക്കളെ ഇളക്കി തന്നെ പരമാവധി വോട്ട് തീരദേശ മേഖലയിൽ നിന്ന് ഉറപ്പിക്കുക, അവിടുത്തെ ആവേശം നിലനിർത്തുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് UDF ഇത്തരം ഒരു റോഡ് ഷോ നടത്തുന്നത്. അതോടൊപ്പം തന്നെ LDFും മണ്ഡലം കേന്ദ്രീകരിച്ചാണ് LDF പ്രധാനമായും കുട്ടിക്കലാശം നടത്തുന്നത്. എല്ലാ മണ്ഡലം ഓരോ നിയമസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനത്ത് പ്രത്യേകം കുട്ടിക്കലാശം നടത്തുന്നുണ്ട്. ആകെ ലോക്സഭാ മണ്ഡലം ഒരു സ്ഥലത്ത് നടത്തുന്നതിന് പകരമാണ് വ്യത്യസ്ത സ്ഥലങ്ങളിലായി നടത്തുന്നത്. അതുപോലെ തന്നെയാണ് BJPയുടെയും NDAയും ഈ തരത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് കുട്ടിക്കലാശം നടത്തുന്നത്. രാവിലെ മുതൽ തന്നെ ഈ 3 മുന്നണികളുടെയും പ്രചരണ വാഹനങ്ങൾ റോഡുകളിൽ നിരന്നു കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രവർത്തകരടക്കം ഏകദേശം 10-11 മണിയോടുകൂടി തന്നെ പ്രവർത്തകരടക്കം റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ 3 മുന്നണികളും ഉണ്ടാക്കും. ആ പ്രവർത്തകർ ഇന്ന് പൂർണ്ണ സമയവും ഈ ഒരു കുട്ടിക്കലാശത്തിന്റെ ഒരു ആവേശത്തിലായിരിക്കും. കിരൺ, തുടരുക. ആലപ്പുഴയിൽ നിന്ന് വി വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, തിരുവനന്തപുരത്ത് 9 മണിയോട് കൂടി റോഡ് ഷോയ്ക്കെല്ലാം തുടക്കമാകും. ആലപ്പുഴയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രവർത്തനം? രഞ്ജിനി, ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ. നിലവിൽ UDFിൻ്റെ പക്കലുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണയും UDFിൻ്റെ KC വേണുഗോപാലാണ് മണ്ഡലത്തിൽ വിജയിച്ചത്. ഇത്തവണ സിറ്റിംഗ് MLA AM ആരിഫിനെയാണ് LDF രംഗത്തിറക്കിയിട്ടുള്ളത്. അതേസമയം UDFിൻ്റെ സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനാണ്. ഡോക്ടർ KS രാധാകൃഷ്ണൻ NDA സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നു. കൊട്ടിക്കലാശത്തിന് ഇനി അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രമാണ്. പ്രചരണം അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിച്ചിരിക്കുകയാണ് എല്ലാ മുന്നണികളും. കാരണം വിജയത്തിൽ കുറഞ്ഞു ഒന്നും ആരും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് സ്ഥാനാർത്ഥികളുടെ തുറന്ന വാഹനത്തിലെ പ്രചരണമാണ്. സ്വീകരണ പരിപാടികളില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ തുറന്ന വാഹനത്തിൽ 3 സ്ഥാനാർത്ഥികളും ഇന്ന് വോട്ടർമാരെ നേരിൽ കാണും. മണ്ഡലം മുഴുവൻ എത്താനുള്ള ഒരു ശ്രമമാണ് സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. 4 മണി മുതലാണ് കുട്ടിക്കലാശം സക്കറിയ ബസാർ കേന്ദ്രീകരിച്ചാണ് കുട്ടിക്കലാശം. 6 മണിയോടുകൂടി പ്രചരണ പരിപാടികൾ, ശബ്ദ കോശമുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം പ്രചരണ വാഹനങ്ങൾ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കുമെന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ജില്ലാ കളക്ടർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഏതാണ്ട് 13 ലക്ഷത്തോളം വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. 1330 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. 4000-ഓളം പോലീസുകാരെ മണ്ഡലത്തിലാകെ സുരക്ഷയ്ക്കായി വിന്യസിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ പ്രചരണം നടന്ന ഒരു ഇടമാണ് ആലപ്പുഴ. പ്രധാനമായും വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം എന്ന നിലയിലായിരുന്നു ഇവിടുത്തെ പ്രചരണം കേന്ദ്രീകരിച്ചിരുന്നത്. മറ്റൊരു കാര്യം പ്രളയമാണ്. പ്രളയം നേരിട്ട് ബാധിച്ച പ്രദേശങ്ങളിലൊന്നാണ് ആലപ്പുഴ. കുട്ടനാട് അടുത്ത മണ്ഡലത്തിൽ കൂടിയാണെങ്കിലും കുട്ടനാടിൻ്റെ പ്രദേശങ്ങൾ കൂടി വരുന്ന
ഇടമാണ് ആലപ്പുഴ മണ്ഡലം. അതുകൊണ്ട് തന്നെ കർഷകർക്ക് നേരിട്ട് നിരവധി ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നതാണ്. അത്തരം കാര്യങ്ങളല്ലേ ഇത്തവണ വോട്ടിങ്ങിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം മണ്ഡലത്തിൻ്റേതായ മറ്റ് വിഷയങ്ങൾ, കുടിവെള്ള പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. സ്ഥാനാർത്ഥികളുടെ സാമ്പത്തിക ഇടപാടുകൾ തമ്മിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ വലിയ തോതിൽ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു. ദേശീയ നേതാക്കളുടെ ഏറ്റവും വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ടായി. രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ സീതാറാം യെച്ചൂരി തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ ആലപ്പുഴ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി മാറുന്ന കാഴ്ച. കാരണം UDFിൻ്റെ കയ്യിലുള്ള ഒരു മണ്ഡലം തിരികെ പിടിക്കാൻ LDF നടത്തുന്ന ശ്രമങ്ങൾ, അതോടൊപ്പം തന്നെ NDA അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന പ്രചരണങ്ങൾ, അതിൻ്റെയൊക്കെ പരമോന്നതിയിലേക്ക് പ്രചരണം എത്തിയിരിക്കുന്നു. ഇനി അടിയൊഴുക്കുകളുടെ സമയമാണ്. കാരണം രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സാമുദായിക സമവാക്യങ്ങളും വലിയ നിർണായക സ്വാധീനമാകുന്ന ഒരിടമാണ് ആലപ്പുഴ. ഈഴവ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ വലിയ നിർണായക ശക്തിയാകുന്ന ഒരിടമാണ് ആലപ്പുഴ. അവിടെ രാഷ്ട്രീയ അടിയൊഴുക്കുകളുടെ സമയം കൂടിയാണ് ഇനിയുള്ള മണിക്കൂറുകൾ. നാളത്തെ നിശബ്ദ പ്രചരണമുണ്ട്. അതിനുശേഷമാണ് ആലപ്പുഴ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ആര് വിജയിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയുക അസാധ്യമായ ഒരു കാര്യമാണ്. വിനോദ തുടരുക. കോഴിക്കോട് നിന്ന് സനോജ് കൂടി ചേരുന്നുണ്ട്. സനോജ്, കോഴിക്കോടിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ UDFിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. സിറ്റിംഗ് MP MK രാഘവൻ തന്നെയാണ് UDF സ്ഥാനാർത്ഥിയും. MK രാഘവനെതിരായി വന്ന ഒളിക്യാമറ വിവാദമൊക്കെ ഏറെ ചർച്ചയായതുകൊണ്ട് തന്നെ കോഴിക്കോട് മണ്ഡലം വാർത്തകളിലും ഏറെ നിറഞ്ഞു നിന്നതാണ്. അത് LDF ആയാലും NDA ആയാലും തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റുകയൊക്കെ ചെയ്താണ്. ഇന്ന് കൊട്ടിക്കലാശമാണ്. എന്താണ് കോഴിക്കോടെ സ്ഥിതി? എവിടെയൊക്കെയാണ് സ്ഥാനാർത്ഥികളൊക്കെ? രഞ്ജിനി, കോഴിക്കോട് ജില്ലയിൽ 2 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഒന്ന് കോഴിക്കോടും മറ്റൊന്ന് വടകരയുമാണ്. വടകരയിലെ മണ്ഡലത്തിലെ 2 നിയമസഭാ മണ്ഡലങ്ങൾ കണ്ണൂർ ജില്ലയിലുമാണ് ഉൾപ്പെടുന്നത്. വടകരയും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ജില്ലയിലെ സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട, രാജ്യം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. കോഴിക്കോടും സമാനമായ സാഹചര്യം. കോഴിക്കോട് സിറ്റിംഗ് MPയും സിറ്റിംഗ് MLAയും തമ്മിൽ മത്സരിക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട്. കഴിഞ്ഞ 10 വർഷക്കാലം MP എന്ന നിലയിൽ MK രാഘവൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ MLA എന്ന നിലയിൽ A പ്രദീപ് കുമാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളുമായിരുന്നു മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ ചർച്ചയായിക്കൊണ്ടിരുന്നത്. അതിഥിയായി വന്ന് കോഴിക്കോട് നിവാസികളുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തിയാണ് MK രാഘവൻ. കഴിഞ്ഞ 40 വർഷക്കാലമായി കോഴിക്കോട് ജനിച്ചു വളർന്ന് അവരുടെ ഇടയിൽ ജീവിച്ച ഒരു നേതാവും MLAയുമാണ് A പ്രദീപ് കുമാർ. അങ്ങനെ വ്യക്തിപ്രഭാവം കൊണ്ടും വികസന പ്രവർത്തനം കൊണ്ടും രണ്ടുപേരും ഏറെ സമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. ഇത്തരത്തിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനിടയിലാണ് ഇടുത്തി പോലെ MK രാഘവനെതിരെ ഒളിക്യാമറ വിവാദം ഉണ്ടാവുന്നത്. ഈ ഒളിക്യാമറ വിവാദത്തിൽ ഊന്നിയായിരുന്നു പിന്നീടുള്ള പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് ഇത് രാഘവൻ അനുകൂലമായി ഒരു സഹതാപ തരംഗമായി മാറുമോ എന്ന ഒരു ഭയം ഇടതുപക്ഷത്തിന് ഉണ്ടാവുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആരോപണത്തിൽ നിന്നും ഇടതുപക്ഷം പിന്മാറുന്ന ഒരു കാഴ്ച ഇടക്കാലത്തെ കാണാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമോപദേശം ലഭിക്കുകയും MK രാഘവനെതിരെ കേസെടുക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ അവസാന 2 ദിവസവും കോഴിക്കോട് മണ്ഡലത്തിലെ സജീവ ചർച്ചയായ വിഷയം ഈ കോഴ ആരോപണം തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് അവസാന ദിവസമായ ഇന്ന് കൊട്ടിക്കലാശത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരുമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു അറിയിപ്പ് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുലർച്ചെ വലിയ തോതിലുള്ള മഴ കോഴിക്കോട് മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ മഴ കൊട്ടിക്കലാശത്തിൻ്റെ ആവേശത്തെ കെടുത്തുമോ എന്ന ഒരു ആശങ്ക രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കിടയിലും നേതാക്കന്മാർക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും UDFിൻ്റെ കൊട്ടിക്കലാശം ടൗൺ ചുറ്റി വൈകുന്നേരം ബീച്ചിലായിരിക്കും സമാപിക്കുക. LDFിൻ്റെ കൊട്ടിക്കലാശം പാളയത്ത് സമാപിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. 2:30 അവരുടെ പ്രകടനങ്ങളൊക്കെ തന്നെ ആരംഭിക്കും. ഒടുവിൽ പാളയത്ത് സമാപിക്കും. ഒപ്പം തന്നെ BJP ഇവിടെ ഒരു സാന്നിധ്യമാണെങ്കിലും ഒരു ശക്തമായ ത്രികോണ മത്സരമല്ല കോഴിക്കോട് നടക്കുന്നത്. കോഴിക്കോട് LDFും UDFും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. എങ്കിലും BJP അവരുടെ സാന്നിധ്യം തെളിയിച്ചുകൊണ്ട് തന്നെ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. നമുക്കറിയാം ശബരിമല സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടക്കാലത്ത് അറസ്റ്റ് വരിക്കപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് BJPയുടെ സ്ഥാനാർത്ഥി പ്രകാശ് ബാബു. പിന്നീട് അദ്ദേഹം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. BJPയുടെ കുട്ടിക്കലാശം നടക്കുന്നത് നടക്കാവിലാണ്.
ശരി, ഇപ്പോൾ പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചെയ്യുന്നുണ്ട്. പ്രസാദ്, പാലക്കാടിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? LDFന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. MP രാജേഷ് 3ാം തവണയാണ് അവിടെ നിന്ന് ജനവിധി തേടുന്നത്. എങ്കിൽ കൂടിയും ത്രികോണ മത്സരത്തിന്റെ വളരെ ചൂട് കൂടിയ ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. ഒപ്പം തന്നെ ആലത്തൂരിന്റെ കാര്യമെടുക്കുകയാണെങ്കിലും അവിടെയും PK ബിജു 3ാം തവണയാണ് ജനവിധി തേടുന്നത്. രമ്യ ഹരിദാസിന്റെ വരവോടുകൂടി വളരെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലത്തൂർ. എങ്ങനെയാണ് പാലക്കാടിന്റെയും ആലത്തൂരിലെയും ഒരു സാഹചര്യവും? ഇന്ന് കൊട്ടിക്കലാശമൊക്കെ എവിടെയാണ് നടക്കുന്നത്? രഞ്ജിനി, പാലക്കാടും ആലത്തൂരും ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലം എന്ന് തന്നെ പറയാം. ആലത്തൂരിലേക്ക് ആദ്യം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഏകപക്ഷീയമായി ഒരുപക്ഷെ LDFന് ഏകപക്ഷീയമായി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലങ്ങളായിരുന്നു. പക്ഷേ ഇത്തവണ അതല്ല സ്ഥിതി. UDFും വളരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുന്നു. ഇത്രയും വീറും വാശിയോടുകൂടി UDF ഇത്തരത്തിൽ പ്രചാരണ രംഗത്ത് കടന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ഏറെക്കുറെ LDFനോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ കോട്ട എന്നാണ് ആലത്തൂരിനെ വിശേഷിപ്പിക്കുക. പക്ഷേ ഇത്തവണ UDFും ഒന്നിനൊന്ന് പ്രചാരണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രചാരണം വളരെ ശക്തമായ നിലയിൽ 2 മുന്നണികൾക്കും ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആലത്തൂരിലെ ഫലപ്രവചനം സാധ്യമാകാത്ത രീതിയിൽ തന്നെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. രമ്യ ഹരിദാസ് വന്നതോടുകൂടി ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ വളരെ കൃത്യമായി പ്ലേസ് ചെയ്യുകയും കൃത്യമായ രീതിയിലുള്ള പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ UDFന് കഴിഞ്ഞു. UDF ക്യാമ്പ് ഒന്നാകെ തന്നെ വളരെ ഊർജ്ജസ്വലമായി ഈ മണ്ഡലത്തിൽ ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ആലത്തൂരിൽ LDFന് പ്രതിരോധത്തിൽ നിന്നുകൊണ്ട് പ്രചാരണം നടത്തേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഒറ്റവാചകത്തിൽ വിശേഷിപ്പിച്ചാൽ ഗോൾ വീഴാതിരിക്കാൻ വേണ്ടി പ്രതിരോധത്തിൽ പ്രാധാന്യം നൽകി കളിക്കുന്ന ഒരു ഫുട്ബോൾ ടീമിനെ വേണമെങ്കിൽ നമുക്ക് ആലത്തൂരിലെ LDF എന്ന് പറയാൻ കഴിയും. LDFന്റെ ഓരോ വീഴ്ചയും അവസരമാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു കാഴ്ച നമുക്ക് UDFനെയും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അത്തരത്തിൽ കട്ടയ്ക്ക് കട്ടക്ക എന്ന നിലയിലുള്ള ഒരു പ്രചാരണം ആലത്തൂരിൽ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. രാഷ്ട്രീയ മണ്ഡലങ്ങളുടെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ 7 മണ്ഡലങ്ങളിൽ 6ഉം LDFനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയപരമായി ആലത്തൂരിൽ LDFന് ശക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും മുൻകാലങ്ങളിലെല്ലാം തന്നെ ഇവിടെ 1-2 മണ്ഡലം മാറ്റി നിർത്തി കഴിഞ്ഞാൽ മുൻകാലങ്ങളിലെല്ലാം തന്നെ അവിടെ കോൺഗ്രസ് വിജയിച്ചിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ശക്തമായ ഒരു മത്സരം ആലത്തൂരിൽ നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുക. തിരിച്ച് പക്ഷേ NDAയുടെ കാര്യം എടുക്കുമ്പോൾ പ്രചാരണ രംഗത്ത് അത്ര ശക്തമായ ഒരു സാന്നിധ്യം NDAയ്ക്ക് മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. കോൺഗ്രസ് നേരത്തെ എല്ലാം അവകാശപ്പെടുന്നത് BJPയിൽ നിന്ന് ഉൾപ്പെടെയുള്ള വോട്ടുകൾ UDFിലേക്ക് വരും എന്ന ഒരു അവകാശവാദം കൂടി അവർ ഉന്നയിക്കുന്നു. അതുകൊണ്ട് ആലത്തൂരിൽ ഒരു അട്ടിമറി വിജയമാണ് UDF പ്രതീക്ഷിക്കുന്നത്. എന്നാൽ LDF വളരെ തീർച്ചയായും അവരുടെ ചിട്ടയായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവർ വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള അട്ടിമറികളൊന്നും തന്നെ ഉണ്ടാവില്ല. പ്രചാരണത്തിലെ ബഹളങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ UDFന് വിജയിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് LDFും ഉന്നയിക്കുന്നത്. അവർ 3ാം വിജയവും ആലത്തൂരിൽ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ആലത്തൂരിൽ LDF പ്രകടിപ്പിക്കുന്നു. പാലക്കാട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ത്രികോണ മത്സരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം 3 പേരും പാലക്കാട്ടുകാരാണ്, യുവാക്കളാണ്. അതോടൊപ്പം വളരെ വ്യക്തിപ്രഭാവം കൊണ്ട് 3 പേരും ജില്ലയിൽ മുഴുവൻ അറിയപ്പെടുന്ന ആളുകൾ കൂടിയാണ്. MP രാജേഷിനെ സംബന്ധിച്ചുള്ള MP രാജേഷിന്റെ പാർലമെന്ററി മികവ്, അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ ജനകീയത തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ MP രാജേഷിന് മികവ് നൽകുന്നു. ഇപ്പോഴത്തെ ശ്രീകണ്ഠനാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് മണ്ഡലത്തിൽ ഉടനീളം അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ പാർട്ടി സംവിധാനത്തെ ഉണർത്തുന്ന തരത്തിൽ ഒരു പദയാത്ര എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ പ്രദേശങ്ങളിലൂടെയും നടത്തി കരുത്ത് തെളിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുന്നത്. മറ്റൊന്ന് C കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ മലമ്പുഴ പോലെ CPMന് അത്രയും വേരുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് പോലും 2ാം സ്ഥാനത്തേക്ക് വന്ന് ശക്തി തെളിയിച്ച ഒരാളാണ്. നിലവിൽ പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാൻ കൂടിയാണ്. അത്തരത്തിൽ 3 പേരും സ്ഥാനാർത്ഥി എന്ന നിലയിൽ കരുത്തരാണ്. അതുകൊണ്ട് തന്നെ ത്രികോണ മത്സരം തന്നെയാണ് നമുക്ക് പാലക്കാട് എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് ഈ 2 മണ്ഡലങ്ങളിലെയും ശക്തമായ രീതിയിലുള്ള പ്രചാരണങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമായി പാലക്കാടായാലും ആലത്തൂരായാലും ശക്തമായ പോരാട്ടം നടക്കുന്ന 2 മണ്ഡലങ്ങളാണ്. ഇനി കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാമ, LDFും UDFും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ ഫലമൊക്കെ പ്രവചനാതീതമാണ്. ഇരു മുന്നണികളും മികച്ച വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് കൊല്ലം. എങ്ങനെയാണ് കൊല്ലത്തെ ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ, കൊട്ടിക്കലാശത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? എവിടെയാണ് ഇന്ന് സ്ഥാനാർത്ഥികൾ? 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേർക്കുനേർ മത്സരിക്കുന്നുവെന്ന പ്രത്യേകതയാണ് കൊല്ലത്തിനുള്ളത്. UDFിൽ നിന്നും RSPയുടെ
NK പ്രേമചന്ദ്രനും സിറ്റിംഗ് MP-യാണ്. ഒപ്പം ഇടതുപക്ഷത്തു നിന്നും CPM-ന്റെ KN ബാലഗോപാലുമാണ് മത്സരിക്കുന്നത്. മുൻ രാജ്യസഭാ MP-യാണ്. ഇവർ രണ്ടുപേരും ശക്തരായ സ്ഥാനാർത്ഥികളാണ്. ഫോട്ടോ ഫിനിഷിലേക്കാണ് ഒരുപക്ഷെ കൊല്ലത്തിന്റെ മത്സരം അതിന്റെ അന്തിമ ചിത്രത്തിലേക്ക് അടുക്കുമ്പോൾ, അന്തിമ നിമിഷങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഫോട്ടോ ഫിനിഷിലേക്കാണ് നീങ്ങുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം അത്രമേൽ വീറും വാശിയും നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് കൊല്ലത്ത് കണ്ടത്. ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് CPM അതിന്റെ എല്ലാ സംഘടനാശേഷിയും, ഇടതുപക്ഷം അതിന്റെ എല്ലാ സംഘടനാശേഷിയും പുറത്തെടുത്ത ഒരു തിരഞ്ഞെടുപ്പാണിത്. നമ്മൾ കൃത്യമായി പറഞ്ഞാൽ അടിയിളക്കിയുള്ള ഒരു തിരഞ്ഞെടുപ്പ്. ഏതാണ്ട് 8 റൗണ്ട് വരെ വീടുകളിൽ, ഓരോ വീടുകളിലും ബൂത്ത് തലത്തിൽ വീടുകൾ കയറിയുള്ള പ്രചരണം ഇടതുപക്ഷം നടത്തി. അങ്ങനെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ടു. പ്രചരണ രംഗത്ത് ആദ്യം ഇറങ്ങിയത് ഒരുപക്ഷെ ഇടത് സ്ഥാനാർത്ഥിയായ KN ബാലഗോപാലാണ്. അത്തരത്തിൽ ഏറ്റവും ശക്തമായ സംഘടനാ വർക്കും അവരുടെ ശേഷിയും ഉപയോഗിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. ഒപ്പം RSPയുടെ സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനും ഇതുപോലെ തന്നെയാണ് പ്രചരണം നടത്തിയത്. തുടക്കം മുതൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വം NK പ്രേമചന്ദ്രൻ്റേതാണ്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അദ്ദേഹവും പ്രചരണ രംഗത്തുണ്ടായിരുന്നു. ആദ്യം മുതൽ തന്നെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുക എന്നതായിരുന്നു NK പ്രേമചന്ദ്രനും ലക്ഷ്യമിട്ടത്. തെരഞ്ഞെടുപ്പ് പര്യടനം എല്ലാം പൂർത്തിയാക്കിയതിന്റെ അവസാന ദിവസത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിവസത്തിലേക്ക് എടുക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് NK പ്രേമചന്ദ്രനും. നിരവധി ആരോപണ പ്രത്യാരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലാകെയും ഇരു മുന്നണികളും പുറത്തെടുത്തത്. കാരണം നിരവധി പരാതികൾ DYFI നൽകുന്ന പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നു. ഒപ്പം അത്തരം, അതായത് CPM പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നു എന്ന് ഉമ്മൻചാണ്ടി അടക്കം ആരോപിക്കുന്ന സ്ഥിതിയുണ്ടായി. തിരിച്ച് NK പ്രേമചന്ദ്രൻ വർഗീയ പരാമർശം നടത്തിയ വിഷയത്തിൽ NK പ്രേമചന്ദ്രനെ കളക്ടർ താക്കീത് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇതിനെതിരെ ഇത് LDF കൊടുത്ത പരാതിയിലാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെയും വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ്. ഇന്നലെ പോലും LDF കൊടുത്ത പരാതി, അതായത് LDF തെരഞ്ഞെടുപ്പ് നൽകിയ പരാതി ഈ വോട്ടർമാർക്ക് പണം നൽകിയെന്നത് വ്യാജ ആരോപണമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് സംസ്ഥാനത്ത് ഇന്ന് സമാപനവും. നാടും നഗരവും നിറഞ്ഞ 40 ദിവസത്തെ പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശമാണ്. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് കിരൺ ബാബുവും, കൊല്ലത്ത് നിന്ന് ശ്യാം ദേവരാജും, ആലപ്പുഴയിൽ നിന്ന് VV വിനോദും, പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും, കോഴിക്കോട് നിന്ന് സനോജ് സുരേന്ദ്രനും നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, കേരളത്തിലെ 20 മണ്ഡലങ്ങൾക്ക് പുറമെ രാജ്യത്തെ 96 മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിലെ ഒരു ജില്ലയിലും വോട്ടെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റും 3ാം ഘട്ടത്തിൽ വിധിയെഴുതും. ഇതോടെ തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴികെ ദക്ഷിണേന്ത്യയിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയാക്കും. ഈസ്റ്റർ ദിനത്തിൽ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥന നടത്തിയാണ് സ്ഥാനാർത്ഥികൾ ചിലരിൽ പ്രചാരണം തുടങ്ങിയത്. കോട്ടയത്തെ വിജയത്തിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് SH മൗണ്ട് പള്ളിയിൽ പ്രാർത്ഥന നടത്തിയ ശേഷം തോമസ് ചാഴിക്കാടൻ ന്യൂസ് 18നോട് പറഞ്ഞു. കോട്ടയത്തെ സംബന്ധിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം മാത്രമല്ല, ഇന്ന് ഈസ്റ്റർ ദിനം കൂടിയാണ്. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ രാവിലെ പള്ളിയിലേക്കുള്ള യാത്രയിലാണ്. ഇന്നിപ്പോൾ ഈസ്റ്ററിനാണോ പ്രാധാന്യം അതോ കൊട്ടിക്കലാശത്തിനാണോ? തീർച്ചയായും ഈസ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആത്മീയമായ വളർച്ചയിൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ദിവസമാണിത്. യേശു ലോകത്തിന് സമാധാനവും ലോകത്തെ വീണ്ടെടുത്ത ദിവസമായിട്ടാണ് ക്രൈസ്തവ സഭ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈസ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈസ്റ്ററിൻ്റെ ദിനം ആശംസകൾ ഞാൻ എല്ലാവർക്കും നേരുകയാണ്. കൊട്ടിക്കലാശവും തെരഞ്ഞെടുപ്പുമൊക്കെ നടന്നുകൊള്ളും. അത് ദൈവാനുഗ്രഹത്താലും ജനങ്ങളുടെ പിന്തുണയാലും വളരെ ഭംഗിയായിട്ട് പൂർത്തിയാകാൻ പോവുകയാണ്. യാതൊരു സംശയവുമില്ലാതെ ഞങ്ങൾക്ക് നല്ല വിജയം കൈവരിക്കാൻ കഴിയും. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, അങ്ങനെ കുറേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ട സമയം കിട്ടാതിരുന്നു. അതായത് കോട്ടയത്തെ സംബന്ധിച്ച് ഇതൊരു പ്രതിസന്ധി ആയിട്ടുണ്ടോ ഈ ഒരു അവധികൾ? യാതൊരു പ്രതിസന്ധിയും ആയതുകൊണ്ടുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ കാലങ്ങളിലൊക്കെ ഏപ്രിൽ മെയ് മാസങ്ങളിലായിരുന്നു. അന്നും ഇതേ രീതിയിൽ ആണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. മാണിസാറിൻ്റെ വിയോഗം കൊണ്ട് 2-3 ദിവസം ഞങ്ങൾക്ക് മാറ്റി വെക്കേണ്ടി വന്നു. അതിന് ശേഷം വളരെ ഊർജിതമായി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പോയി. ഇന്നും പാലായിലെ 2 മണ്ഡലങ്ങളിലുള്ള പ്രചരണമുണ്ട്. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് കോട്ടയത്ത് സമാപനമുണ്ട്. ഈസ്റ്റർ ആഘോഷം ഇനി എങ്ങനെയാണ്? എന്തെങ്കിലും കുടുംബങ്ങൾ ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ഒത്തുചേർന്നുള്ളൊരു ആഘോഷം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഇല്ല. അതിനുശേഷം എപ്പോഴാണ് ഇറങ്ങുക? എങ്ങോട്ടാണ്? ഞാനിപ്പോൾ 9 മണിയാകുമ്പോൾ പ്രചരണവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോകും. ഉച്ചയോടുകൂടി വീട്ടിൽ വരും. ഭക്ഷണം കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് കൊട്ടിക്കലാശത്തിന് പോകുക എന്നുള്ളത്. കൊട്ടിക്കലാശവും വലിയ ആഘോഷത്തോടു കൂടിയല്ല.
ഞങ്ങൾ സമാപനം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈസ്റ്റർ ആശംസകളൊപ്പം വിജയാശംസകൾ. താങ്ക് യു വെരി മച്ച്. തോമസ് ചാഴിക്കാടനാണ്. പള്ളിയിലേക്കുള്ള യാത്രയിലാണ്. എന്തായാലും കൊട്ടിക്കലാശ വേളയാണെങ്കിൽ പോലും, ആ ദിവസമാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് യാതൊരു അവധിയും നൽകാതെ ഈസ്റ്റർ കൂടി ആഘോഷിച്ച് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. അർദ്ധരാത്രി മുതൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ കർദിനാൾ ബസേലിയസ് മാർ ക്ലിമിസ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പാളയം പള്ളിയിൽ നടന്ന പ്രാർത്ഥനകൾക്ക് ആർച്ച് ബിഷപ്പ് സൂസേപ്പാക്കിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. കൊച്ചി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് ബിഷപ്പ് ജോസ് പുത്തൻവീട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ആഡംബരത്തിന്റെയും സുഖസൗകര്യങ്ങളുടെയും പുറകെ പോയി ആയുസ് പാഴാക്കരുത് എന്ന് ഈസ്റ്റർ സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ. പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർക്കുന്ന ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നതും ഒഴിവാക്കുന്നതും ദൈവമാണ് എന്നും വിശ്വാസികൾ ദൈവത്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത് എന്നും പോപ്പ് പറഞ്ഞു. പാപങ്ങൾ, ഏകാന്തതയും മരണവുമാണ് മനുഷ്യന് സമ്മാനിക്കുക എന്നും ഈസ്റ്റർ സന്ദേശത്തിൽ മാർപ്പാപ്പ പറഞ്ഞു.